ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു തങ്കീസ് ഡയറി. ഇന്ന് ഞാനുള്ളത് കൊല്ലത്ത് പാരിപ്പള്ളിയിൽ കാവേരി എലിഫന്റ് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കുണ്ട്. അപ്പോൾ അവിടെയാണ് ഉള്ളത്. അവിടെ എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഇതുപോലുള്ള ബേർഡ്സും അതുപോലെ മൃഗങ്ങളും റെപ്റ്റൈൽസും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടുത്തെ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഉണ്ട്. അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ അതിന്റെ എൻട്രൻസ് എന്ന് പറയുന്ന ഭാഗം. അപ്പം നമ്മൾ ഇവിടുന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളൊരു അഡൾട്ടിന് 100 രൂപയാണ് അവരുടെ ഫീസ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ 3 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കേ അവിടെ പേയ്മെന്റ് ഉള്ളൂ. പിന്നെ നല്ലൊരു പാർക്കിംഗ് സൗകര്യം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഉണ്ട്. സാറ്റർഡേ സൺഡേ അവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല അവിടെ 100 രൂപ ടിക്കറ്റിൽ ഈ ഒരു പാർക്ക് നമുക്ക് നല്ല അഫോർഡബിൾ ആണ്. ഈ പാർക്കിന്റെ കൂടെ തന്നെ ചെറിയൊരു കൺവെൻഷൻ സെന്റർ പോലെ ഉണ്ട്. കാരണം അവിടെ അന്നൊരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു നമ്മൾ ചെന്ന ദിവസം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഇതുപോലെ കുറേ സ്റ്റാച്ചു കാണാം. ഇതെനിക്ക് ഓർമ്മ വന്നത് ചണ്ടാല ഭിഷുഗിലി ദാഹിക്കുന്നു ഭഗിനി. അപ്പം ആ ഒരു ഇതിന്റെ സ്റ്റാച്ചു ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറച്ച് സ്റ്റാച്യൂസ് ഒക്കെയാണ്. നല്ല സീനറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ കാണുന്നത് ചെറിയ കുറച്ച് സ്ലൈഡുകളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് വലിയവർക്കും കയറാൻ പറ്റുന്ന അത്ര ക്വാളിറ്റി ഉള്ള ടൈപ്പൊക്കെയാണ്. പിന്നെ അതിലൊക്കെ നമ്മൾ കുറച്ച് നേരം കുട്ടികളുടെ സന്തോഷത്തിന് പോയാലും നമുക്ക് വലിയവർക്കും എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എനിക്ക് പിന്നെ ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനും അതിലൊക്കെ കയറി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ ഇതുപോലുള്ള ആദ്യം നമ്മൾ കാണുന്ന ഇങ്ങനെ ഒരു ബേർഡ്സിന്റെ ഒരു കൂടൊക്കെ കാണാം. ഇത് തത്തയല്ല, ശരിക്കും ഇത് സൺകുണൂർ എന്ന് പറയുന്ന തത്തയുടെ ഒരു ഇനത്തിൽപ്പെട്ടൊരു തത്തയാണത്. നല്ല വിലയുള്ളതതിന്. പിന്നെ നമ്മൾ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നത് ഒരു അക്വാറ്റിക് മ്യൂസിയം കാണാം. അതിൽ അത്യാവശ്യം പറയാനാണെങ്കിൽ ഒരുപാടൊന്നും ഫിഷുകളൊന്നും അതിലില്ല. കുറച്ച് അരോണ അങ്ങനെയൊക്കെയുള്ള ചെറിയ കുറച്ച് ഫിഷ് മാത്രമേ ഉള്ളായിരുന്നു. മാത്രമല്ല മിക്ക അക്വേറിയം വെറും കാലിയായി കിടക്കുകയായിരുന്നു. ഇനി നമ്മൾ ആ ചെന്ന സമയത്തിന്റെ ആണോ അത് അന്നേരം മാറ്റിയതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അന്നേരം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പോകുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഗെയിമുകൾ കുട്ടികൾക്ക് കളിക്കാനും വലിയവർക്കായാലും കളിക്കാൻ പറ്റുന്ന ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിഷ്വൽ ഗെയിംസ്, പിന്നെ ഹാൻഡ് ഫുട്ബോള് അങ്ങനത്തെ. പിന്നെ നമ്മൾ റെപ്റ്റൈൽസിന്റെ ഒരു ഏരിയയിലേക്കാണ് പോയത്. അവിടെ നമുക്ക് കാണാതെ ഒരു പാമ്പ്, പൈത്തൺ എന്ന് പറയുന്ന പാമ്പ് ഉണ്ടായിരുന്നു. അതിന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. എടുത്ത് അവർ നമ്മുടെ കയ്യിലൊക്കെ തരും. പക്ഷെ അതിന് 50 രൂപ ടിക്കറ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് പാമ്പിനെ പേടിയായതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ നിങ്ങൾ ഈ കാണുന്ന എല്ലാം അവിടെ തന്നെ ഉള്ള ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് കാണുന്നത്. അതുപോലെ അതിൻ്റെയൊക്കെ തൂവലുകള്. അവിടെ ഒരു ചെറിയ മ്യൂസിയം പോലെ സെറ്റ് ചെയ്തേക്കും. അവിടെ പല ടൈപ്സിൽ, അതായത് ബട്ടർഫ്ലൈസ്, അതിൻ്റെ പല ഇനങ്ങൾ ഏതൊക്കെ, അതുപോലെ തന്നെ ജെംസ്, അതായത് ജെമ്മുകളിലെ പല പല സ്റ്റോൺ, അപ്പം അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കോയിൻസ്, അതുപോലെ പഴയ നോട്ടുകളൊക്കെ ഇല്ലേ, അപ്പം അതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു മ്യൂസിയം പോലെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണാനും അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് ഇവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻസും അതുപോലെ ഫോറിനേഴ്സ് അങ്ങനെയുള്ള ആളുകളാണ് കേട്ടോ കൂടുതൽ ഇവിടെ ഈ പാർക്കിൽ വരുന്നത് ഞാൻ കണ്ടത്. പിന്നെ അവിടെ ഞാൻ കണ്ടത് ഇത് ശരിക്കും മുള്ളംപന്നിയാണ്. മുള്ളംപന്നിയുടെ ഒരു ഇനത്തിൽപ്പെട്ട ഒരു വൈറ്റ് കളറാണിത്. ഇങ്ങനെ അത്രയും വലുപ്പമില്ല, ചെറിയത്. പിന്നെ അവിടെ ആനകളാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടുത്തെ ഈ കാണുന്ന ആനയുടെ പേര് ഗംഗ എന്നാണ്. ഇവിടുത്തെ ആനകളൊക്കെ പുറത്ത് ഓരോ ഉത്സവങ്ങൾക്കും ഒക്കെ പോകും. ഇപ്പം ഞങ്ങൾ ഇന്ന് ചെന്ന സമയത്ത് ടോട്ടൽ അവിടെ ഒരു 6 ആനകളാണ് ഉള്ളത്. പക്ഷെ അവിടെ നിന്ന് 3 ആനകളെ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഒരു ചെറിയൊരു കഫറ്റീരിയ പോലുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് വേണ്ട അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാം. പിന്നെ നമ്മൾ പോകുമ്പോൾ ആ ഒരു പാർക്കിന്റെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് നമ്മൾ പറയില്ലേ, അത് ഈ കാണുന്നതാണ്. ഐ ലവ് ആനത്താവളം എന്ന് എഴുതിയ ഇത് അവരുടെ പാർക്കാണ്. അവിടെ നമുക്ക് കളിക്കാനും കുട്ടികൾക്കുള്ള സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയകളും ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. അവിടെ ഒരു ഇച്ചിരി തണുപ്പും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കളിക്കാനും അവിടെ ഇരിക്കാനും ഒക്കെ നല്ലതാണ്.
പാർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇനി ആനിമൽസും അങ്ങനെയുള്ള ബേർഡ്സിനെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആനിമൽസിന്റെ അടുക്കൽ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ആനകളെയാണ് കാണുന്നത്. ആനകളെ കിട്ടുന്ന സ്ഥലം, അതുപോലെ തന്നെ ആന സഫാരി ഉണ്ട് കേട്ടോ. ആന സഫാരി ഒരാൾക്ക്, അതായത് 1-2 പേർക്ക് കയറുന്നതിന്, അതായത് ഒരു ആനയുടെ മുകളിൽ കയറുന്നതിന് 500 രൂപയാണ് അവരുടെ ഫീസ് എന്ന് പറയുന്നത്. ഈ ആന ഗംഗാനയാണ്. പക്ഷെ നല്ലതായിട്ട് അവിടെ നമ്മുടെ കൂടെ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ നമുക്ക് ഒട്ടകത്തെ കാണാം. ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളൊരു ഒട്ടകമാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ആ ഒരു ആളുടെ ഒരു രീതിയൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ആളവിടെ എന്തായാലും ഒട്ടക സഫാരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലും ആളുകൾ കയറുന്നുണ്ടായിരുന്നു. നമ്മൾ അത് രണ്ടും ചൂസ് ചെയ്തില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇനി ബേർഡ്സിൻ്റെ സെക്ഷൻ. അവിടെ നിറയെ ഇതുപോലുള്ള നമ്മൾ താറാവുകൾ, അതായത് പലതരത്തിലെ താറാവുകൾ, പല ഇനത്തിലെ കോഴികൾ. നമ്മൾ കോഴികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വെറൈറ്റി കോഴികളെയൊക്കെ ഇതാദ്യമായിട്ട് കാണുകയാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒട്ടകപ്പക്ഷിയെ കാണാം. അത് നിങ്ങൾക്ക് എല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ അത്യാവശ്യം എല്ലാ ബേർഡ്സിനെയും കണ്ടതിനൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നു.
പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം അവിടെ ഓസ്ട്രിച്ചുകൾ, അതായത് ഒട്ടകപക്ഷിയുടെ ആണും പെണ്ണും അതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ഉണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു കാണും. അപ്പോൾ ഇതിൻ്റെ മുട്ടകൾ അത് അവരവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മുട്ട എടുക്കാനും അത് തൊടാനും ഒക്കെ ഉള്ള ഒരു അവസരമുണ്ട്. അങ്ങനെ എനിക്ക് ഒട്ടകപക്ഷിയുടെ മുട്ട ഞാൻ ആദ്യമായിട്ട് തൊട്ടു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നാണെങ്കിൽ പലതരത്തിൽ ആടുകൾ, നല്ല വലിയ കൊമ്പൊക്കെ ഉള്ള ആടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ പാർക്കിൽ ഫുൾ ഡേ ഒന്നും വേണ്ടി വരില്ല. ഒരു 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ഫുൾ നമുക്കത് എല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പറ്റും. 2 മണിക്കൂറിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ കുട്ടികളായിട്ട് പോകുന്ന ആളുകളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ടൈം എടുക്കും. അവരെല്ലാം സ്ലൈഡിലൊക്കെ കയറി വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആനപ്പുറത്തും ഒട്ടകത്തിൻ്റെ പുറത്തും കയറാൻ ആഗ്രഹമുള്ള ആളുകൾ ധൈര്യമായിട്ട് ഈ പാർക്കിലേക്ക് പോക്കോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.